ഓരോ അമാവാസ്യയ്ക്ക് ശേഷവും പുതിയൊരു മാസഫലമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ 30-ാം തീയതി രാത്രിയിലെ അമാവാസ്യയ്ക്ക് ശേഷം വരുന്ന ആ ഒരു മാസം എന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ്. ഇത്തവണത്തെ അമാവാസി, അതായത് സൂര്യനും ചന്ദ്രനും ഒരുമിച്ചിരിക്കുന്ന ആ ഒരു ഇത് നടക്കുന്നത് വൃശ്ചികത്തിലാണ്. അതായത് ചന്ദ്രൻ നീചസ്ഥനാവുന്ന രാശിയിലാണ്. അപ്പോൾ അവിടെ കൂടെ വക്രഗതിയിലുള്ള ബുധനും അതുപോലെ വക്രഗതിയിലുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയും കൂടാതെ രാഹുവിൻ്റെയും ശനിയുടെയും ഇൻഫ്ലുവൻസുമുണ്ട്, ത്രികോണ സംബന്ധവുമുണ്ട്. ശനിയുടെ ദൃഷ്ടി, വക്രഗതിയിലാണ് ശനിയും ഇരിക്കുന്നത്. അതായത് വരുന്ന ഒരു മാസം എന്നത് കുറച്ച് വിഷമമുള്ള മാസം തന്നെയാണ്. ഈ ഒരു അമാവാസ്യയ്ക്ക് ശേഷം വരുന്ന മാസം. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ചൊവ്വയുടെ മഹാദശ, അതുപോലെ ചന്ദ്രൻ്റെ മഹാദശ, അതിലൂടെയൊക്കെ കടന്നു പോകുന്നവർക്ക് ശനിയുടെയും രാഹുവിൻ്റെയും ദശകളായാലും അന്തർദശകളിലായാലും, അപ്പോൾ അത്തരം ആൾക്കാർ കുറച്ച് സൂക്ഷിക്കേണ്ട സമയമാണ്. ഇത് കൂടുതലായിട്ടും ധനുരാശി, ധനു ലഗ്നക്കാർക്ക് ഇത് കുറച്ച് ബാധിക്കുന്നതാണ്. പ്രത്യേകിച്ചും അവരുടെ എന്താ പറയുക, ചൊവ്വയുടെ മഹാദശയും ചന്ദ്രൻ്റെ മഹാദശയും ഒക്കെ ആണെങ്കിൽ കുറച്ച് സൂക്ഷിക്കേണ്ട സമയമാണ്. രാഹുവിൻ്റെതാണെങ്കിലും കുറച്ചുകൂടി ടഫായിട്ടുള്ള ടൈമാണ് ധനു, അതുപോലെ ഇടവം രാശി ലഗ്നക്കാർ ആരാണെങ്കിലും കുറച്ച് ടഫായിട്ടുള്ള ടൈമാണ്. ഇതിൽ ഏറ്റവും കൂടുതലായിട്ട് മൂലം നക്ഷത്രക്കാരുടെയൊക്കെ ചൊവ്വയുടെ മഹാദശയാണെങ്കിൽ, ചൊവ്വ ജാതകത്തിൽ നല്ല രീതിയിൽ ഇരിക്കുന്നില്ലെങ്കിൽ അപ്പോഴാണ് കൂടുതൽ പ്രശ്നങ്ങൾ കാണുക. അതുപോലെ രാഹുവിൻ്റെ മഹാദശയാണെങ്കിലും ധനുരാശിക്കാരുടെ, പ്രത്യേകിച്ച് ഈ ഗ്രഹങ്ങളുടെ പൊസിഷൻ ജാതകത്തിൽ നല്ലതല്ലെങ്കിൽ കുറച്ച് പ്രശ്നമുണ്ടാകും. ഏറ്റവും ഇമോഷണലായിട്ട് ഡിസിഷൻ എടുക്കുമ്പോൾ, അതുപോലെ കൂടുതൽ ഇമോഷണൽ ആകുമ്പോൾ ശ്രദ്ധിക്കണം. പലതരത്തിലും നമ്മൾ പെട്ടെന്ന് എടുത്തു ചാടി എന്തെങ്കിലും ചിന്തിക്കാതെ പറഞ്ഞു പ്രവർത്തിച്ചു എന്ന് വരാം. വക്രഗതിയിൽ ബുധൻ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതുകൊണ്ട് എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം എന്നത്, ഈ ഒരു സമയത്ത് ആരാണെങ്കിലും, ഏത് രാശിക്കാരാണെങ്കിലും നമ്മുടെ സംഭാഷണം എന്നൊരു കാര്യവും, അതുപോലെ രാഹുവിൻ്റെ ഒരു സ്വാധീനം പറയുകയാണെങ്കിൽ പാസ്റ്റിൽ എന്ത് കഴിഞ്ഞു, എന്ത് നടന്നു, എന്ത് നടന്നില്ല, അത്തരം ഓർമ്മകളെ മുറുകെ പിടിച്ചിരിക്കുന്നതും അതിനെ അയവിറക്കുന്നതും വ്യക്തിബന്ധങ്ങളെ ബാധിച്ചേക്കാം. ചന്ദ്രൻ നീചസ്ഥനാവുന്ന രാശിയിൽ നടക്കുന്ന അമാവാസ്യ ആയതിനാൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന 3 ഗ്രഹങ്ങൾ, ഒന്ന് വൃശ്ചികത്തിലിരിക്കുന്ന ബുധൻ, മറ്റൊന്ന് വക്രഗതിയിലുള്ള ശനിയുടെ ദൃഷ്ടി, പിന്നെ വക്രഗതിയിൽ തന്നെയാണ് രാഹു എപ്പോഴും സഞ്ചരിക്കുന്നത്. അപ്പോൾ ആ രാഹുവിൻ്റെ ത്രികോണ സംബന്ധം, കൂടാതെ വക്രഗതിയിലുള്ള വ്യാഴം, അത് വളരെയധികം സ്വാധീനിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങളെടുക്കുന്ന പ്രത്യേകിച്ച് സാമ്പത്തികമായിട്ടുള്ള തീരുമാനങ്ങൾ, അതുകൂടാതെ നിങ്ങൾ ഇമോഷണലായിട്ട് വ്യക്തിബന്ധങ്ങളെ ചൊല്ലിയെടുക്കുന്ന തീരുമാനങ്ങൾ, ചൊവ്വയുടെ രാശിയായതിനാൽ ഭൂമി, വാഹനം, പ്രോപ്പർട്ടി എന്നുള്ള കാര്യത്തെ ചൊല്ലിയെടുക്കുന്ന തീരുമാനങ്ങൾ, അത് നാച്ചുറൽ സോഡിയാക്കിലെ അഷ്ടമഭാവമായതിനാൽ പിതൃസ്വത്തിനെ സംബന്ധിച്ചിട്ടെടുക്കുന്ന തീരുമാനങ്ങൾ, ഇത് വളരെ സൂക്ഷിച്ചിട്ട് വേണം ഈ ഒരു സമയത്ത് ഡിസിഷൻ എടുക്കാനായിട്ട്. പഴയ കാര്യങ്ങൾ, നിങ്ങളെ വേദനിപ്പിച്ചിട്ടുള്ള അനുഭവങ്ങൾ, പഴയ കാര്യങ്ങൾ, നിങ്ങളെ മുറിവേൽപ്പിച്ചവർ, ഇത്തരം കാര്യങ്ങളെ അയവിറക്കാതിരിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അതാണ് ഉണ്ടാകാൻ പോകുന്നത്. പല കാര്യങ്ങളും അയവിറക്കും. അതുപോലെ എന്താ പറയുക, നിങ്ങളെടുത്ത തെറ്റായ തീരുമാനങ്ങൾ ഈ ഒരു സമയത്ത് നെഗറ്റീവായിട്ടുള്ള രീതിയിലാണെങ്കിൽ, അതായത് ഒരുപാട് ഒബ്സഷനൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കണം. പ്രത്യേകിച്ച് ലഗ്നത്തിൽ രാഹു ഉള്ളവർ, അതുപോലെ പ്രത്യേകിച്ച് രാഹുവിൻ്റെ സ്വാധീനം നെഗറ്റീവായിട്ട് കൂടുതൽ ഉള്ള വ്യക്തികളാണെങ്കിൽ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ട സമയം തന്നെയാണ്. ഈ സമയത്ത് നിങ്ങളുടെ ഒബ്സഷൻ എന്നത് നിങ്ങൾക്ക് പിന്നീട് വിനയായി തീർന്നേക്കാം. നിങ്ങളുടെ അഭ്യുദയകാംക്ഷികളെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. അപ്പോൾ ഈ ഒരു സമയത്ത് മീനം ലഗ്നക്കാരാണെങ്കിൽ ലഗ്നത്തിൽ രാഹു സഞ്ചരിക്കുന്നുണ്ട്. അപ്പോൾ മീനം ലഗ്നക്കാർക്ക് രാഹു മഹാദശയും കൂടിയാണെങ്കിൽ, രാഹുവിൻ്റെ പ്ലേസ്മെൻറ്റ് ജാതകത്തിൽ നല്ലതല്ലെങ്കിൽ, കർക്കിടകം ലഗ്നക്കാരാണെങ്കിൽ ശനി അഷ്ടമത്തിൽ വക്രഗതിയിലാണ്, 5-ാം ഭാവത്തിലാണ് ഇത് നടക്കുന്നത്. ലഗ്നത്തിൽ രാഹു ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഗോചരത്തിലാണെങ്കിൽ ഇപ്പോൾ രാഹു മീനത്തിലിരിക്കുന്നത് കൊണ്ടും കർക്കിടകം രാശിക്കാർ അതുപോലെ മീനം ലഗ്നക്കാരനാണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലും, അതായത് ഈ ഒരു സമയത്ത് നിങ്ങളുടെ ചന്ദ്രരാശിയെയോ ലഗ്നത്തെയോ രാഹു കൂടുതലായിട്ട് സ്വാധീനിക്കുന്നുണ്ടെങ്കിലും, നിങ്ങളുടെ ജാതകത്തിൽ ലഗ്നത്തിൽ രാഹു ഇരിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു സമയം വളരെ കെയർഫുള്ളായിട്ടിരിക്കണം. മറ്റുള്ളവരുടെ സ്വാധീനത്തിൽ വന്ന് തീരുമാനമെടുക്കുമ്പോൾ, ബുധൻ വക്രഗതിയിലുള്ള ബുധൻ നമ്മളെ പുറകോട്ട് ചിന്തിപ്പിക്കുന്നുണ്ട് പഴയ വ്യക്തിബന്ധങ്ങളെപ്പറ്റി. അതുപോലെ തെറ്റായ ഉപദേശങ്ങളും വന്നു ചേർന്നു എന്ന് വരാം. നിങ്ങളുടെ ബന്ധുക്കളാണെങ്കിലും സുഹൃത്തുക്കളാണെങ്കിലും നിങ്ങളെ തെറ്റായ ഉപദേശം തന്നിട്ട് നിങ്ങളെ മിസ്ലീഡ് ചെയ്തു എന്നും വരാം.
അപ്പോൾ ചില കാര്യങ്ങൾ, അതായത് ബുധനാണ് ഇവിടെ ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു രാശിയിലേക്ക് രാഹുവിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ട്, വ്യാഴത്തിൻ്റെതാണെങ്കിലും വ്യാഴം അവിടെ രോഹിണിയിലൂടെ ഗോചരം ചെയ്യുമ്പോൾ വ്യാഴത്തിൻ്റെതാണെങ്കിലും ഇവിടെ അത്ര ഒരു നല്ല തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് നല്ലൊരു അഡ്വൈസ് തേടേണ്ടതാണ് നിങ്ങളുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ. അതുപോലെ പലതും നിങ്ങൾ പുനഃപരിശോധിക്കുന്നതായിരിക്കും. ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുടെ ഒരു ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളാണ് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കാൻ പോകുന്നത്. സർട്ടിഫിക്കറ്റുകളെ പറ്റി, അതുപോലെ നിങ്ങളുടെ മറ്റ് രേഖകൾ, പാസ്പോർട്ടായാലും വിസയായാലും മറ്റ് നിങ്ങളുടെ ഐഡൻറ്റിറ്റി, അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നതായിരിക്കും. 7ാം ഭാവത്തിൽ നടക്കുന്നത് ഇടവം ലഗ്നം, ഇടവം രാശിക്കാർക്കാണ്. അതുകൊണ്ട് വിവാഹത്തെ ചൊല്ലിയുള്ള കാര്യങ്ങൾ, നിങ്ങളുടെ ഡോക്യുമെൻറ്റേഷൻ കാര്യങ്ങളെപ്പറ്റിയും ഒന്ന് ചിന്തിപ്പിക്കും ഈ ഒരു ഗോചരം എന്നത്, ഈ ഒരു സമയം എന്നത്. അത് ഈ ഒരു മാസത്തേക്ക് അതിൻ്റെ ഫലം നിലനിൽക്കുന്നതാണ്. വൃശ്ചികത്തിൽ സൂര്യനോടൊപ്പം വക്രഗതിയിലുള്ള ബുധനും ചന്ദ്രനും ഉണ്ടാകുമ്പോൾ ഈ ഒരു അമാവാസ്യ കഴിഞ്ഞിട്ട് തുടങ്ങുന്നത് ഒരു പുതിയൊരു മാസം പോലെയാണ് കണക്കാക്കുന്നത്. സൂര്യനോട് ഒപ്പം സഞ്ചരിച്ച ചന്ദ്രൻ പിന്നീട് ഓരോ രാശികളിലേക്ക് ആ സൂര്യനിൽ നിന്ന് ഓരോ സന്ദേശം എടുത്ത് ഓരോ രാശികളിലൂടെ പോകുന്നത് പോലെ രാവിൻ്റെ അടുത്ത് നിന്ന് സന്ദേശം വഹിച്ചിട്ട് ചന്ദ്രൻ ഓരോ രാശികളിലേക്കും ഗോചരം ചെയ്യുന്നത് പോലെ എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വരുന്ന ഒരു മാസം എന്നത് നമ്മൾ വളരെയധികം ഒബ്സേർവ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത്, പ്രത്യേകിച്ച് ഇത് വൃശ്ചിക മാസമൊക്കെ ആയതുകൊണ്ട്, ഈ ഒരു ഗോചരം എന്നത് എത്രമാത്രം നിങ്ങൾ ആധ്യാത്മിക കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്നുവോ, മന്ത്രജപങ്ങൾക്കും ദാനധർമ്മങ്ങൾക്കും അതുപോലെ ബ്രഹ്മചര്യത്തിനൊക്കെ പ്രാധാന്യം നൽകുന്നു, അത്രയും നല്ലതായിരിക്കും. ഇവിടെ ക്രോധം നിയന്ത്രിക്കേണ്ടതുണ്ട്, ആഹാരശീലം നിയന്ത്രിക്കേണ്ടതുണ്ട്, സംയമനം പാലിക്കേണ്ടതുണ്ട്. എന്തുകൊണ്ട് ഒരു വിഷമമുണ്ടെങ്കിൽ പോലും എന്തുകൊണ്ട് ആ വിഷമം ഞാൻ അനുഭവിക്കുന്നു എന്നതിന് നമ്മളൊരു ഇൻട്രോസ്പെക്റ്റ് ചെയ്യേണ്ടതാണ് ഈ ഒരു സമയത്ത്. അത് എന്തുകൊണ്ട് എനിക്ക് മാത്രം വന്നു, എന്ത് കർമ്മമായിരിക്കാം ഞാൻ ചെയ്തത്, അതുപോലെ എന്തൊക്കെ സുഖങ്ങൾ ജീവിതത്തിലുണ്ടായി, അതിനും ഞാൻ എന്തൊക്കെയോ കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടാകണം പാസ്റ്റ് ലൈഫിൽ, കഴിഞ്ഞു പോയ ജന്മങ്ങളിൽ. അത്തരം ഒരു അവലോകനം ചെയ്യുന്നതും നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ ഒരു സഹായിക്കുന്നതാണ്. അപ്പോൾ ഇത് ധനു രാശിക്കാരെ, ധനു ലഗ്നക്കാർക്ക് ഒന്ന് സൂക്ഷിക്കണം. അതുപോലെ മേടം ലഗ്നം, മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അഷ്ടമഭാവത്തിലാണ് നടക്കുന്നത്. അതുകൊണ്ട് ആ ഒരു ഭാവത്തെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളെയും സൂക്ഷിക്കണം. പ്രധാനമായിട്ടും ഈ ഒരു സമയത്ത് ആ ഒരു ധാർമ്മികത മുറുകെ പിടിക്കാൻ ശ്രദ്ധിക്കേണ്ട ഒരു മാസമാണെന്ന് എടുത്തു പറയാം. ഓം നമഃ ശിവായ.